സുവർണ നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ഇതാണ്, സുവിശേഷത്തിലെ വചനമാണ് ആ നിയമം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യുക. മനുഷ്യന് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, നല്ലത് പറയണം എന്നെപ്പറ്റി എന്നുള്ള ചിന്തയുള്ളത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഈ കുടുംബത്തിലേക്ക് കടന്നു ചെന്നാലും അവിടെയും ആ ചിന്തയുണ്ട്. ഭാര്യ എന്നെ അനുസരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ആളായി. ഭാര്യ ചിന്തിക്കുന്നത് എങ്ങനെയാ, ഭർത്താവ് ഞാൻ പറയുന്നതൊക്കെ ചെയ്യുകയും എന്നെ ആദരിക്കുകയും നല്ലത് പറയുകയും കുടുംബം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരിക്കണം. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കണം. ഞങ്ങൾ കുടുംബത്തിനു വേണ്ടി തേടിക്കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ള ചിന്ത. അതുപോലെ മാതാപിതാക്കൾക്ക് മക്കളെ പറ്റി പ്രതീക്ഷയുണ്ട്. ഓരോ കുട്ടിയും ജനിച്ചു വളർത്തിക്കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കളുടെ സായം കാലഘട്ടത്തിലോ വാർദ്ധക്യത്തില് തങ്ങളെ അന്വേഷിക്കുന്ന ആളായിരിക്കണം. മദ്യപാനിയോ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയോ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന വ്യക്തിയോ കൊല്ലുന്ന വ്യക്തിയോ ആയിരിക്കരുത്. കൊല്ലുക എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. 2 ദിവസം മുമ്പ് നമ്മുടെ കേരളത്തില് 2 മകൻ അവരുടെ അമ്മയെ കൊന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ആ പ്രദേശത്തോളാണ്. പേര് കേട്ടിട്ടൊരു മംഗലാപുരം ക്രിസ്ത്യാനിയുടെ പേരുണ്ട്. മറ്റേ തെക്കൻ തിരുവിതാംകൂറിലാണ്. അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആയിരുന്നു. ഒന്ന് തീ വെച്ചാകുന്നത്, അമ്മയെ തീ വെച്ചു. മറ്റത് അടിച്ചോ ഉച്ച എങ്ങനെ പോകും. മറ്റതൊന്നും ഒരേ ദിവസമാണ് പത്രത്തിലും വാർത്തകൾ വന്നത്. അങ്ങനെ ഒരേ ദിവസം അമ്മമാരെ 2 മക്കള് കൊന്നു എന്നുള്ളത്. മാതൃഹത്യ നടത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ലഹരിയാണെന്ന് പറയുന്നത്, ഒന്നിലും മദ്യമാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സുബോധം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മക്കൾ വളർന്നു വരുമ്പോൾ, എത്തിക്കഴിയുമ്പോൾ പാവനമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ മറക്കുന്നു. അവരുടെ ചിന്തകള് സ്വാഭാവികമായിട്ടല്ലാതെ വരുന്നു. നോർമലായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ നമ്മളൊക്കെ ഒരു തുടർച്ചയായതുകൊണ്ട് മാതാപിതാക്കളെ തുടർച്ചയാണ്. മക്കള് കൊണ്ട് മക്കളെ വളർത്തുന്നു ത്യാഗത്തോടു കൂടി. മിക്കവാറും മാതാപിതാക്കളൊക്കെ ത്യാഗം സഹിച്ച് വളർത്തുന്നവരാണ്. ഇട്ടിട്ട് പോയവരൊക്കെ. ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം കൊല്ലം മുമ്പാണ്. അവിടെ മകൻ അപ്പനെയാണ് പോകുന്നത്. അപ്പനെ കയറ്റി വിട്ടു. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അപ്പൻ മദ്യപാനിയായിരുന്നു, കശാപ്പാണ് വഴി. അത് കഴിഞ്ഞിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുകയും അടിക്കുകയും മദ്യക്കുകയും ചെയ്തു. അപ്പോൾ മകൻ അത് താങ്ങാൻ പറ്റിയില്ല. മകന് 18 വയസ്സോ മറ്റേ ഉള്ളൂ ആ സമയത്ത്. അത് കഴിഞ്ഞ് കശാപ്പ് എല്ലാം കഴിഞ്ഞാൽ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് മയങ്ങുന്ന അപ്പനെ കൊണ്ടുവന്നത്. അതാണ് സംഭവം. കാരണം അമ്മയോടുള്ള സ്നേഹമാണ്. അപ്പനിങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് മകനെ അത് ചെയ്യിച്ചത്. ഞാൻ ആ മകനെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, കല്യാണത്തിന് എൻ്റെ അടുത്ത് ഞാൻ അവനെ കെട്ടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുന്നത് നല്ലതാണ്. കാരണം നിന്നെ അറിയുന്നവരെല്ലാവരും ഈ കാര്യം ചിന്തിക്കും. നിന്നെ കാണുമ്പോഴും ഇവിടെ നിന്റെ സ്വാഭാവികതയ്ക്ക് നല്ലത് അങ്ങനെയായിരുന്നു. ധനമുണ്ട്, പിള്ളേരുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജീവിതം അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു കുടുംബത്തില് ഇതെല്ലായിടത്തും ഈ ലഹരിയാണ് കുഴപ്പം. അപ്പൻ അമ്മയെ മർദ്ദിച്ചത് ലഹരി, മക്കൾ അമ്മയെ കൊന്നത്
അതും ലഹരിയുടെ അതിപ്രസരമാണ്. ഇപ്പോൾ പരിധി വിട്ട് കഴിഞ്ഞാൽ, സുബോധം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാവനമായിട്ടുള്ള ബന്ധങ്ങൾ മറക്കുമെന്ന് മാത്രമല്ല, അരുതാത്തത് ചെയ്യുകയും ചെയ്യും. യേശു പറയുന്നത് സ്നേഹിക്കുക, നന്മ ചെയ്യുക. അത് ഏറ്റവും അടുത്ത ബന്ധം കുടുംബത്തിലുള്ള ബന്ധമാണ്. അവിടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യാനാഗ്രഹം നിങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് കടമയുണ്ട് എന്നുള്ളതാണ്. ഒരിടത്ത് ഒരു അലക്കുകാരന് കുശവനുണ്ടായിരുന്നു. കുശവൻ പാത്രം ഉണ്ടാക്കുന്നയാളാണ് കുശവൻ. അലക്കുകാരൻ അലക്കി വെളുപ്പിക്കുന്നയാളാണ്. അലക്കുകാരൻ അലക്കി കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച് പണക്കാരനായി. കുശവൻ മദ്യപാനിയും ധൂർത്തനുമായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ശത്രുക്കളായി. ഈ അലക്കുകാരൻ പണക്കാരനായത് കുശവന് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. ആനപ്പുറത്തിരുന്ന രാജാവിനോട് കുശവൻ പറഞ്ഞു, ഈ വെളുത്താളിന് കറുത്ത ആനയെ വെളുപ്പിക്കാനായിട്ട് അറിയാം. സാധാരണ ഇവിടെ കറുത്ത ആനകളാണ്, വെള്ളാന ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഏതായാലും കറുത്ത ആനയെ വെളുപ്പിക്കാനായിട്ട് അറിയാം. രാജാവ് അധികം ചിന്തിക്കാതെ ഉത്തരവിട്ട് വേഗം വെളുപ്പിക്കാൻ പറഞ്ഞ് ആനയെ വെളുപ്പിച്ചു തരണം. അപ്പോൾ ഇയാളൊക്കെ ചെന്നപ്പോൾ ആനയെ വെളുപ്പിച്ചില്ലെങ്കിൽ കുഴപ്പം. ഇവിടെ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് ഇവിടെ അഭിപ്രായം ചോദിച്ചു. വൃത്താടൻ അഭിപ്രായം ചോദിച്ചു. വൃത്താടൻ രാജാവിനോട് ആനയെ ആവിക്ക് വെച്ച് പുഴുങ്ങിയാലേ ഈ തുണിയൊക്കെ വൃത്താവുകയുള്ളൂ. ആനയെ ആവിയിൽ വെച്ച് പുഴുങ്ങണമെങ്കിൽ വലിയൊരു പാത്രം ഉണ്ടാക്കണം. രാജാവിനോട് ഉണർത്തിച്ചു. അങ്ങനെ കൊശവൻ വലിയൊരു പാത്രം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഈ ആനയെ ഇവനുണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച് പുഴുങ്ങി അവനെ വെളുപ്പിച്ചാണ്. പണ്ട് കാലത്ത് തുണികളൊക്കെ ഇങ്ങനെ പുഴുങ്ങി അലക്കുമായിരുന്നു. വെളുത്ത തുണികൾക്ക് കൂടുതൽ വെളുത്ത് കിട്ടാനായിട്ട്. ഉണ്ടാക്കിയ പാത്രത്തിൽ ആരെങ്കിലും പൊട്ടി. സന്യാസി കുശവനോട് പറഞ്ഞതിന്റെ കാവട്യ കൂടുതലതയും രാജാവിനോട് ഏറ്റു പറഞ്ഞ് നിരുപാധികൾ ക്ഷമ ചോദിക്കുക, എന്നാൽ നിരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രാജാവിന്റെ ശിക്ഷ കിട്ടുന്നു. തിന്മ പരീക്ഷയിലുണ്ട്. തിന്മയിൽ നിന്നും നല്ല രക്ഷയൊരുക്കുന്നവനാണ് ദൈവം. 31:26 പറയുന്നുണ്ട്. ആസ്വാദ്യകരമായി കാര്യങ്ങളെ പറ്റി പറഞ്ഞു. കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, അഭികാമ്യമായി തോന്നുന്ന കാര്യങ്ങൾ. ആ വൃക്ഷത്തിന്റെ കനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ കനിയാണ്. ആസ്വാദ്യം കണ്ണിന് കൗതുകരും അഭികാമ്യമാണെന്ന് കണ്ട് അവിടെ അത് പറിച്ച് തിന്നു. 33:6 പറയാണ്. എന്ന് പറയുന്ന ഹൗവായാണ്. അപ്പൊ ഹൗവാമ ഇത് പറിച്ച് തിന്നു. എന്തൊക്കെ അവിടെ പറയുന്ന ആസ്വാദ്യം, കണ്ണിന് കൗതുകര, അഭികാമ്യം ഇങ്ങനെയുള്ള ചിന്ത കൊണ്ട് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ചങ്ങമ്പടി എഴുതിയത് വേറൊരു ആശയത്തിൽ എന്തു വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം. അവിടെ പ്രസിദ്ധനായ കവിയായ ചങ്ങമ്പട, രമണനൊക്കെ എഴുതിയ കവിയാണ്. രമണൊക്കെ സുധാരിനെ വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ എന്തു വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം. അപ്പൊ അങ്ങനെയുള്ള ആശയങ്ങളുള്ള യുവജനതയുണ്ട്. എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്? മദ്യപിച്ച് ലക്ക് കെടുക, പിന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് കിറങ്ങി അടിച്ച് നടക്കുക. അപ്പോൾ ജീവിതത്തെ പറ്റി ബാക്കിയുള്ള കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെട്ടിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റ് ആകുന്ന ആളുകളുടെ എണ്ണം സ്കൂൾ മുതലേ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികള്, അങ്ങനെ വരുന്ന ആളുകൾക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെടും. അവർക്ക് ലഹരി. അതുകൊണ്ടാണ് അമ്മയെ കൊള്ളണമെന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. ഹൃദയത്തിന് നിറവിൽ നിന്നും അധരങ്ങൾ സംസാരിക്കുന്നു. സംസാരം മാത്രമുള്ള പ്രവൃത്തികളൊക്കെ നിയന്ത്രിക്കുന്നത് ഹൃദയത്തിന് നമ്മുടെ ചിന്തകളാണ്. ഹൃദയത്തിൽ നന്മ നഷ്ടപ്പെട്ട ആളുകളുണ്ട്.
ദാവീദ് ഗോലിയാത്തിനെ കൊന്നപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, സാവൂൾ ആയിരങ്ങളെ കൊന്നെന്നാണ് പറഞ്ഞത്. 1 ശമൂവേൽ 18 പറയുന്നുണ്ട്. ദാവീദ് 10,000 കൊന്നെന്നാണ് പറഞ്ഞത്. സാവൂൾ രാജാവാണ്, പിന്നീട് രാജാവായ ആളാണ് ദാവീദ്. അപ്പം ദാവീദ് ചെറുപ്പക്കാരനായതുകൊണ്ട് അയാൾ 10,000 കൊന്നെന്ന് പറഞ്ഞു. രാജാവ് 1000 കൊന്നു. ഒരു മഹത്വമായിട്ട് യുദ്ധത്തിലൊക്കെ അവർ കണക്കാക്കുന്നത് കൊണ്ടാണ് പക. അപ്പോൾ ഇത് സാവൂൾ രാജാവ് ഇഷ്ടപ്പെട്ടില്ല. സാവൂളിന് പകയുണ്ടായി ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ പഴയ നിയമ ശാമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏഷണി കുശിമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നവരുണ്ട്. ഏഷണി പറയുന്നവരുണ്ട്, കുറ്റങ്ങൾ അയൽവാക്കാരെ പറ്റിയിട്ടൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ബുദ്ധൻ പറയുന്ന കാര്യം ഇതാ: നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സമ്മാനം തരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ സമ്മാനം സ്വീകരിച്ചില്ലെങ്കിൽ ആരുടെ ആയിരിക്കുന്നതാണ്. നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ വെച്ച് നീട്ടേണ്ട കഴിഞ്ഞിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ സമ്മാനങ്ങളൊക്കെ ബാക്കി ചിലരൊക്കെ നമുക്ക് തരാറുണ്ട്. അസൂയ, ഏഷണി, കുശുമ്പ്, ഉന്നായ്മ, കുടുംബം തകർക്കല്, ഭാര്യയെ പറ്റി വേണമെങ്കിൽ അയൽവാസികൾക്ക് വേണം പറയാം, അവള് വിശലാന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഭാര്യയെ മർദ്ദിക്കാനായിട്ട് അവിടെ കുടുംബം കലർക്കുക, അല്ലെ ഭർത്താവിനെ പറ്റി പറയുക. ഏത് കാര്യം കേട്ടാലും ഉടനെ കാണരുത്. നമുക്ക് ബുദ്ധിയുണ്ട്, അതേപറ്റി വിലയിരുത്താനും ചിന്തിക്കാനും തീരുമാനമെടുക്കാനായിട്ട് കഴിയണം. ഒന്ന്, ഈ കാര്യങ്ങൾ ശരിയാണെങ്കിലും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നന്നാകാനുള്ള അവസരം കൊടുക്കണം. ഈ 2 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും പറയുന്നതനുസരിച്ചല്ല, നമുക്ക് ദൈവം തന്ന ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിലയിരുത്താനും, പണ്ടതായി പകുതി പള്ളിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണ്, കിട്ടുന്ന എല്ലാം കൂടെ നമ്മുടെ തലയിലേക്ക് കെട്ടി അതനുസരിച്ച് പെരുമാറാനായിട്ട് നിൽക്കരുത്. അവരുടെ ബുദ്ധി പ്രയോജനപ്പെടുത്തണം. ദാവീദില് മനുഷ്യരില് ആസക്തികൾ കടന്നു വരാം. ആസക്തികൾ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ പീഡിപ്പിച്ചെന്ന് അവർ പറഞ്ഞാല് പിന്നെ ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാം. ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെയാണ് നിയമം. തെളിയിക്കേണ്ടത് പ്രതിയുടെ ചുമതലയാണ്. അങ്ങനെ പലരും ജയിലിൽ കിടക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്ന 11 തിന്മകളെ പറ്റി മർക്കോസ് 7:21 പറയുന്നത്. എല്ലാം തിന്മകളുടെയും ഉത്ഭവം മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ദുശ്ചിന്ത പോലെ തന്നെ തുടങ്ങുകയാണ്. യാക്കോബിന്റെ ലേഖനം 1 പറയുന്നത്, ദുർമുഖങ്ങളാണ് പാപത്തിന്റെ അമ്മ. പാപത്തിന്റെ അമ്മയാരാന്ന് ചോദിച്ചാൽ ദുർമുഖങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നെന്നാണ് യാക്കോബ് ശ്ലീഹ 1:15 പറയുന്നത്. ദൈവത്തിൽ അകലുന്ന ഹൃദയത്തിന്റെ നന്മ നഷ്ടപ്പെടുന്നു. ശത്രുചിന്ത ഭയവും പ്രതികാര ചിന്തയും ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. ചിലര് മറ്റുള്ളവർക്ക് തകർച്ചുണ്ടാക്കാൻ വേണ്ടി മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോകുന്നവരുണ്ട്. അവിടെ എന്തെങ്കിലും അയൽക്കത്തെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ മന്ത്രവാദിയുടെ അടുത്തോ അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരും കാണുമായിരിക്കും. യേശു പറയാണ്, ശത്രുവിനെ സ്നേഹിക്കുക, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക, അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുക, വെറുപ്പിനെ സ്നേഹം കൊണ്ട്. ഇതാണ് ക്രൈസ്തവ ചിന്ത. അതാണ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് സ്വാഭാവികം. ഞാനെങ്കിലും കത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ബുദ്ധിപ്രകാരം പറഞ്ഞ് നിൽക്കുകയല്ല, കത്തിനെ തട്ടിക്കളയുന്നതിന് കുഴപ്പമില്ല. ഒട്ടൊരച്ഛനാണ് മരിച്ചുപോയി. അപ്പോൾ പള്ളിയുടെ പറമ്പിൽ കയറ്റി കന്നുകാലികളെ കെട്ടുന്നു. അവരോട് വേണമെന്ന് പറഞ്ഞു. അവന് ഇഷ്ടപ്പെട്ടില്ല. ഒരുത്ത കുടി കഴിഞ്ഞിട്ട് കത്തിയായിട്ട് ആ പള്ളിയിലേക്ക് ഇരിക്കുക. അച്ഛനോടൊരു കസേരയിൽ ഇരിക്കുക. പ്രമാർക്കൊക്കെ വീട്ടിൽ കാര്യമായ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞ് കത്തിയോടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. ഒരച്ഛൻ പറഞ്ഞതുപോലെ കത്തിയും വെച്ചിട്ട് വന്നപോലെ പോവുകയും ചെയ്തു. ചില പീഡിപ്പിക്കാനായിട്ട് കത്തിയായിട്ട്
എന്റെ ചിന്തകള് യെശയ്യാ 55 പറയുന്നത്, എന്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, ആകാശ ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതം അത്രേ എന്നാണ് യെശയ്യാ 55:8 പറയുന്നത്. സ്നേഹത്തിനു വേണ്ടി ജീവനത്തിനേക്കാൾ വലിയ സ്നേഹമില്ലാതെ യോഹന്നാൻ 15:14 പറയുന്നുണ്ട്. ഗ്ലാഡിസ് എന്ന് പറയുന്ന യൂറോപ്യൻ വനിത, അവരുടെ ഭർത്താവ് ഗ്രഗാസ്റ്റെയിൻ ഒരു മിഷണറിമാരായിട്ട് ഉട്രോയിലിടയിലൊക്കെ വടക്കേന്ത്യയിൽ പ്രവർത്തിച്ചവരാണ്. ഇവരെ വിദ്വേഷമുള്ള ഇവരുടെ പ്രവർത്തനങ്ങള് ഒരു ക്രൈസ്തവരാണെന്നുള്ള രീതിയിലുള്ള എതിരുള്ളവര് ഇവര് ഇതിൽ മക്കളെയും ഭർത്താവിനെയും ചുട്ടുകൊന്നു. ഇവരുടെ ഭാര്യയാണ് ഗ്ലാഡിസ്. അവളെ പ്രതികാരത്തിലുള്ള അവൾ ക്ഷമിക്കുകയാണ്. ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ അവൾ ക്ഷമിക്കുകയാണ്. എന്റെ ഭർത്താവിനെയും മക്കളെയും ചുട്ടുകൊന്ന അവരോട് പ്രതികാരം ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാണ്. ഒരു സുവിശേഷ പ്രവർത്തക എന്നുള്ള നിലയിൽ അവൾ ചെയ്തതാണ്. അവരോട് ക്ഷമിക്കുക. അവർക്ക് പിന്നീട് ഗവൺമെന്റ് പത്മശ്രീ കൊടുത്ത് അവളെ ആദരിക്കുകയുണ്ടായി. ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ പറഞ്ഞാൽ യേശുവാണ് തന്റെ ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുവെച്ച് തരുന്നത്. അപ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണം. അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കോപവും പ്രതികാരവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊടുക്കുന്ന അത് രോഗത്തിലേക്ക് നയിക്കും. ഈ പല രോഗങ്ങൾക്കും കാരണം നമ്മുടെ ഉള്ളില് വെറുപ്പ് വിദ്വേഷം പകയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടതറിയാം. അപ്പൊ അവിടെ അങ്ങനെയുള്ള വ്യക്തികളില് പല രോഗങ്ങൾ വരാനായിട്ട് കാരണമുണ്ടെന്നാണ്. തൻ്റെ ജീവനോട് ശരീരത്തോട് ചെയ്യുന്ന ഒരു വലിയ കുറ്റമാണ് ഇങ്ങനെ വിദ്വേഷത്തെ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അതിനാണ് പാപസങ്കീർത്തനവും അനുരഞ്ജനവും ഒക്കെ ഇതിന്റെ കൂതാശയുള്ളതും ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നതും. തോബത്തിന്റെ പുസ്തകത്തിൽ 4:10 പറയുന്നുണ്ട്, നിനക്ക് അഹിതമായുള്ളത് അപരനോട് ചെയ്യരുത്, നിനക്ക് അഹിതമായത് അപരനോട് ചെയ്യരുത്. അതാണ് തോബത്തിന്റെ പുസ്തകത്തിൽ പ്രധാന രചിത നിയമം. അതുകൊണ്ട് ഇന്നത്തെ സുവർണ നിയമം, രജത നിയമത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ നിന്നും നന്മ ആഗ്രഹിക്കുന്നവരാണ്. ആരും നന്മ കൊടുക്കുന്നതിൽ ആർക്കും കിട്ടുകയില്ല. അതുകൊണ്ട് സ്നേഹവും നന്മയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കണം, മക്കളോടും ജീവിത പങ്കാളികളോടും ഒക്കെ. പ്രതികാര ചിന്ത, വിദ്വേഷം, പക, ആരാണ് മൂത്തത് ആരാണ് വലുതെന്നുള്ള ചിന്ത, ഇതൊക്കെ മാറ്റിവെച്ച് കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ക്ഷമിച്ചും പടുത്തുയർത്താനും നല്ലത് പറയാനും ആശ്വസിപ്പിക്കാനും ജീവിതത്തിലെ ത്യാഗങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാകും. ഇതാണ്